മൽചന്തേരി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ബോഡി പ്ലെയിനാണ് വരുന്നത്. ഒരു സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതായിരിക്കും കേട്ടോ സാരിയുടെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പ്ലെയിൻ ബോഡി വന്നിട്ട് നല്ല പാറ്റേണിൽ ജാംദാനി വുവൻ സ്റ്റൈലിൽ ഫ്ലോറൽ ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഫുൾ ആ ഒരു ത്രെഡ് വുവൻ പാറ്റേണിലാണ്. ആ ഒരു ത്രെഡിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു റെഡും കോറൽ പീച്ചും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഗ്രീൻ. ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും ബോഡിയിൽ ആ ഒരു പല്ലുവിൽ ഈ ഒരു വർക്ക് വരുന്നത്. അതിന് മിഡിൽ വരുമ്പം ഒരു ഗോൾഡൻ ജെറിയിലുള്ള ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈനിന് സെൻറ്ററിൽ വരുമ്പം ഗോൾഡിലാണ് വരുന്നത്. കോമ്പിനേഷൻ റെഡ്, കോറൽ പീച്ച്, ഗ്രീൻ. ഫുൾ ത്രെഡ് വീവിലാട്ടോ. ഇതാണ് ആ ഒരു വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിൽ തന്നെയാണ് വുവൺ പാറ്റേണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. നെക്സ്റ്റ് കളർ പാലറ്റും നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത്. ഇൻഡിഗോ ബ്ലൂ, ഓക്സ്ഫോർഡ് ബ്ലൂ ആൻഡ് ഗ്രേ ആ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഡിസൈൻസ് വരുന്നത്. ത്രെഡ് വുവൺ പാറ്റേണിലുള്ള മുന്താണി വരുന്നത്. ബോഡി സെയിം തന്നെ പ്ലെയിനാണ് വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഇതാണ് പല്ലു വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിൽ തന്നെ ആയിരിക്കും ബ്ലൗസ്. അതെല്ലാം നമുക്ക് സിംഗിൾ കളറിലെ ബ്ലൗസ്. ഇതിൽ ഇൻഡിഗോ ബ്ലൂവോ നേവി ബ്ലൂ ബ്ലൗസ് എല്ലാം പെയർ ചെയ്യാം. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബേബി പിങ്കും ലോട്ടസ് പിങ്കും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഗ്രീൻ എല്ലാത്തിലും കോമൺ ആയിട്ട് ലീഫ് പാറ്റേൺസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ഞാനിപ്പോൾ ഗ്രീൻ ബ്ലൗസാണ് പെയർ ചെയ്തത്. ഗ്രീൻ കളറിലെ ബ്ലൗസും എല്ലാ സാരിക്കും ആപ്റ്റ് ആയിരിക്കും. കോമൺ ആയിട്ട് ഗ്രീൻ ലീഫ് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസിന്റെ ആ ത്രെഡ് മാത്രമേ എല്ലാ സാരിക്കും മാറി മാറി വരുന്നുള്ളൂ. ഇതിൽ വരുമ്പം ബേബി പിങ്ക് ആൻഡ് ലോട്ടസ് പിങ്കിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ലീഫ് പാറ്റേൺ വിത്ത് ആ ഒരു ഗോൾഡൻ ഒരു ബുട്ടി വർക്ക് ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസിന്റെ മിഡിൽ വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. ബ്ലൗസ് വീണ്ടും നല്ലൊരു കോമ്പിനേഷൻ. ഗ്രേ ആൻഡ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും ഗ്രേ ബ്ലൗസും ആപ്റ്റ് ആയിരിക്കും. അതല്ല ആ ഒരു ലീഫ് ഗ്രീനിലെ ബ്ലൗസും നല്ലതായിരിക്കും. സെയിം സ്റ്റൈൽ തന്നെ നല്ല റിച്ച് പാറ്റേൺ ആണ് എല്ലാ സാരീസിന്റെ മുന്താണി വരുന്നത്. പ്ലെയിൻ ബോഡി, ബ്ലൗസ് പീച്ച് ആൻഡ് ഗ്രീൻ ആണ് അടുത്ത കോമ്പിനേഷൻ. ഇതായിരിക്കും മുന്താണി, ബ്ലൗസ്. ഡിഫറെന്റ് സ്റ്റൈലിലാണ് അടുത്ത ജാംദാനി വുവൻ സാരി വരുന്നത് കേട്ടോ. ബോഡി കംപ്ലീറ്റ് ഒരു മൾട്ടി കളറിലുള്ള ബുട്ടി വർക്കിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ നല്ല പാറ്റേണിലാണ്. ഒരു ജാംദാനി വുവൻ പാറ്റേണിലായിരിക്കും ഫുൾ ബോഡി വരുന്നത്. ഇതിപ്പോൾ ഒരുപാട് കളേഴ്സ് മൾട്ടി കളറിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ബ്ലൗസും നമ്മുടെ കയ്യിൽ കാണും. അപ്പം ഏത് ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഡ്രേപ്പ് ചെയ്യാം. കാരണം ഏത് ബ്ലൗസ് ഇട്ടാലും സാരിക്ക് ആപ്റ്റ് ആയിരിക്കും. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. സെൽഫ് കളറിലെ ബ്ലൗസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ആ ഒരു ലൈറ്റ് ബേജിലാണ് സാരിയുടെ ആ ഒരു ബേസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഫുൾ ത്രെഡ് വീവ് പാറ്റേൺ വരുന്നത്. ഒരു ത്രെഡ് വർക്കിന്റെ ബാക്ക് സൈഡ് വുവൺ പാറ്റേൺ ഈ ഒരു പാറ്റേണിലായിരിക്കും ബാക്ക് സൈഡ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസും ഫുൾ ആ ഒരു ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ബോർഡർ വന്നിട്ട് ബുട്ടി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും അതേ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ജാംദാനി വുവൺ സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു കോമ്പിനേഷൻസിൽ ത്രെഡിന്റെ കോമ്പിനേഷനിൽ ചെറിയ വേരിയേഷൻസ് വരും. ഇതിൽ വരുമ്പം ഒരു കിങ്ഫിഷർ ബ്ലൂ ആണ് കുറച്ചൊരു പ്രോമിനൻസി കൂടുതൽ. പൊന്മാൻ നീലയായിരിക്കും പ്രോമിനൻസി കൂടുതൽ. ബാക്കി എല്ലാ കളേഴ്സും സെയിം തന്നെയാണ് വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ബുട്ടി വർക്കിലുള്ള ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോഡി വിത്ത് ബ്ലൗസ്. സെയിം സ്റ്റൈലിൽ തന്നെ ഇതിൽ വരുമ്പം പ്രോമിനൻസി കൂടുതൽ വരുന്നത് പിങ്ക് ആണ്. ഡാർക്ക് പിങ്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഗ്രീൻ, പിങ്ക്, മൗവ് ആ ഒരു കോമ്പിനേഷനിലാണ് ഫുൾ ബോഡി വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ പേർപ്പിൾ ആണ് പ്രോമിനൻസി കൂടുതൽ. പേർപ്പിൾ, പീച്ച് ആ ഒരു ടോണിലാണ് ഫുൾ ജാംദാനി വുവൺ പാറ്റേൺ വരുന്നത് വിത്ത് ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ ജാംദാനി സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. ഡിഫറെന്റ് പാറ്റേണിലായിരുന്നു സാരീസ് വന്നത്. ലാസ്റ്റ് സാരി ആട്ടോ. ഇതും ഒരു മൾട്ടി കളർ തന്നെയായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഗ്രീൻ ബ്ലൗസ് എല്ലാം എല്ലാ സാരീസിനും ആപ്റ്റ് ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു കളറാണ് ഗ്രീൻ കളർ. ഇതിലും ആ ഒരു ഗ്രീൻ ആണ് പ്രോമിനൻസി കൂടുതൽ വന്നിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. രണ്ട് ടൈപ്പ് ഗ്രീൻ വന്നിട്ടുണ്ട്. ലൈറ്റ് ഗ്രീനും വന്നിട്ടുണ്ട്, ലീഫ് ഗ്രീനും വന്നിട്ടുണ്ട്, ബോട്ടിൽ ഗ്രീനും വന്നിട്ടുണ്ട്. സെയിം സ്റ്റൈൽ ആ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഫുൾ ആ ഒരു വുവൺ പാറ്റേണിലാണ് എല്ലാ സാരിയും വരുന്നത്. ഇതായിരിക്കും ആ ഒരു ത്രെഡ് വർക്കിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ആ ഒരു ബുട്ടി വർക്കിലായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു ബ്ലൗസിനേക്കാളും നമ്മൾ എപ്പോഴും സിംഗിൾ കളർ ബ്ലൗസ് ആയിരിക്കും കൂടുതൽ നല്ലത്.